നമസ്കാരം. രണ്ട് പ്രധാനപ്പെട്ട ആഗോള സംഭവ വികാസങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമാണ് ഈ ദിവസം. ജൻസി പ്രക്ഷോഭത്താൽ നേപ്പാൾ ഭരണകൂടം തകർന്നു വീണു. അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജ്യം വിട്ടു. പ്രധാനമന്ത്രി രാജിവെച്ച് പിന്നീട് ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം കൂടി ഉണ്ടായി. മലയാളികൾ ഏറെയുള്ള ഗൾഫ് രാഷ്ട്രമായ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ ആക്രമണം ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഹമാസിൽ നിന്ന് ലഭ്യമാവുന്ന ഹമാസ് പുറപ്പെടുവിക്കുന്ന വാർത്താക്കുറിപ്പനുസരിച്ച് ഒരു ഹമാസ് നേതാവ് പോലും കൊല്ലപ്പെട്ടിട്ടില്ല. ട്രംപിന്റെ പ്രപ്പോസൽ, സമാധാന ചർച്ചയ്ക്കുള്ള പ്രപ്പോസൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ദോഹയിലെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു, ശക്തമായി അപലപിച്ചിരിക്കുന്നു ദോഹ. ഇത് ഈ മേഖലയിലെ സംഘർഷം വീണ്ടും വർദ്ധിപ്പിക്കുമോ? ആശങ്കാജനകമായ മണിക്കൂറുകളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ഈ രണ്ട് വിഷയങ്ങളും ഇന്ന് സൂപ്പർ പ്രൈം ടൈം സ്പർശിക്കുകയാണ്. ദിവിഷ് മണി ഖത്തറിലെ ആക്രമണത്തിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. ദിവിഷ്, അല്പസമയം മുമ്പാണ് ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന്റെ സ്ഥിരീകരണം ഇസ്രായേൽ നടത്തിയത്. ഞങ്ങൾ നടത്തിയത് പ്രിസൈസ് ആയിട്ടുള്ള, വളരെ കൃത്യമായി ഹമാസ് ലീഡർഷിപ്പിനെ ലക്ഷ്യമിട്ടുള്ള നീക്കമായിരുന്നു, ആക്രമണമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഇസ്രായേൽ അമേരിക്കൻ അനുമതിയോടുകൂടിയാണ് ആക്രമണം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അഭിലാഷ്, ഇസ്രായേൽ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ ഹമാസിന്റെ നേതൃത്വത്തിനെതിരെ, അതായത് ഒക്ടോബർ 7 ആ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഹമാസ് നേതൃത്വത്തെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം. ഇസ്രായേലിന്റെ സ്ഥിരീകരണത്തിലൊന്നും ഇത് ഖത്തറിൽ എന്ന് അവർ പേര് സൂചിപ്പിച്ചിട്ടില്ല. പക്ഷേ ഖത്തറിലെ ദോഹയിലാണ് ഈ ആക്രമണം നടന്നത് വ്യക്തമാണ്. തൊട്ടു പിന്നാലെ തന്നെ ഖത്തർ, ഇത് വളരെ ഭീരുത്വം നിറഞ്ഞ ഒരു ആക്ടാണ്, അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്ന നടപടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇതിനെ ഒരിക്കലും തങ്ങൾ ഇതിനോട് അനുകൂലിക്കുന്ന സമീപനം ഉണ്ടാകില്ല, ശക്തമായി ഇതിനെ അപലപിക്കുന്നുവെന്ന് ഖത്തർ വ്യക്തമാക്കുന്നു. നേരത്തെ മലയാളികളടക്കം നമ്മളോട് പ്രതികരിച്ചതിൽ നിന്ന് നിലവിൽ ഖത്തറിൽ ജനജീവിതം സാധാരണഗതിയിലാണ്. കൃത്യമായ ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നതെന്നാണ്. ഹമാസിന്റെ 97 വരെ ഇസ്രായേൽ വധിക്കാൻ വേണ്ടി ശ്രമിച്ച, പക്ഷേ അന്ന് രക്ഷപ്പെട്ടു പോയ നേതാവ് അടക്കം ഈ ദോഹയിൽ ഈ ആക്രമണം നടന്ന സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി കൂടി അവിടെ ചുമതലപ്പെട്ട ഹമാസ് നേതാവ് അവിടെ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ഭാഗത്തുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹമാസ് നേതൃത്വത്തിന് കനത്ത ആഘാതം അവർ ഉണ്ടാക്കിയിരിക്കുന്നു. കൃത്യമായി ഒരു സാധാരണക്കാരെയും പോറലേൽപ്പിക്കാതെ കൃത്യമായി തങ്ങളുടെ ലക്ഷ്യം ഭേദിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇസ്രായേലിന്റെ പക്ഷം. അതേസമയം ഹമാസ് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള നഷ്ടമുണ്ടായിട്ടില്ല, തങ്ങളുടെ നേതൃത്വത്തിന് നഷ്ടമുണ്ടായിട്ടില്ല എന്നാണ് ഹമാസ് പറയുന്നത്. നിലവിൽ ഖത്തറിൽ ജനജീവിതം സാധാരണഗതിയിലാണ്, പക്ഷേ ആക്രമണം നടന്നു എന്ന് ഖത്തറും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തും വിവരങ്ങളുണ്ട്. ഇനി എത്രമാത്രം ആഘാതം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വരാനിരിക്കുന്ന വിവരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഒന്നുറപ്പാണ്, അമേരിക്കയുടെ കൃത്യമായ അറിവോട് കൂടിയിട്ട് തന്നെയാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഡേ ഓഫ് ജഡ്ജ്മെന്റ് എന്ന പേരിൽ ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്കുള്ള മറുപടി എന്ന നിലയ്ക്ക് തന്നെയാണ് ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ട് പോകുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു വാതിലടച്ച് കാത്തിരിക്കുകയായിരുന്നു ഈ ആക്രമണത്തിന്റെ വിവരങ്ങൾ കിട്ടാൻ എന്ന റിപ്പോർട്ടുകളാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. എന്തായാലും വരുന്ന മിനിറ്റുകളിൽ ഇതിന്റെ കൂടുതൽ വ്യക്തമായ ചിത്രം ലോകത്തിന് മുന്നിലേക്ക് വരും. തീർച്ചയായും. എന്തായാലും ഇതൊരു വലിയ വഴിത്തിരിവാകാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ പി ജെ വിൻസെന്റ്, അധ്യാപകൻ, നിർമ്മൽ ഇബ്രഹാം, വിദേശകാര്യ വിദഗ്ധൻ ശശാങ്കുട്ടി ദാസ്, BJP നേതാവ് പ്രമോദ് പുഴങ്കർ, അഭിഭാഷകൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ഡോക്ടർ പി ജെ വിൻസെന്റ്, ഈ ഇസ്രയേൽ അറബ് സംഘർഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദോഹയിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത്. നമുക്കറിയാം, ഖത്തറാണ് ഈ സമാധാന ചർച്ചകളുടെ ഇപ്പോഴത്തെ മീഡിയേറ്റർ. അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് അൽ ഉദൈദ് സ്ഥിതി ചെയ്യുന്നതും ഖത്തറിലാണ്. ഖത്തറിനെ എന്ന് പറഞ്ഞുകൂടാ, ഖത്തറിൽ ഒരു ആക്രമണം നടത്തുക വഴി ഇസ്രയേൽ അറബ് സംഘർഷം ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവിൽ എത്താനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. അത്യന്തം പ്രകോപനപരമായ ഒരു സമീപനമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ ഗസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം എല്ലാ നയതന്ത്ര ചർച്ചകൾക്കും ആതിഥ്യം വരളുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന രാജ്യമാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഖത്തറും ഈജിപ്തും ചേർന്നിട്ട് ഏറ്റവും അവസാനം മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിന് അപ്പടി അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായി. പക്ഷേ ഇസ്രായേൽ തയ്യാറായില്ല. ഇവിടെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 6 സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളെയാണ് ഇസ്രായേൽ കടന്നാക്രമിച്ചത്. അതിൽ ലെബനൻ, സിറിയ, ഇറാൻ, യമൻ, ഈ രാജ്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഖത്തറിനെ ആക്രമിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്ന് ഖത്തറിനെ വ്യത്യസ്തമാക്കുന്നത് അത് ഗൾഫ് മേഖലയിലെ ഒരു കുഞ്ഞൻ രാജ്യമാണ്.
ഇതുവരെ ഒരു രാജ്യത്തെയും ആക്രമിക്കുവാനോ പോകുന്ന ഒരു രാജ്യമല്ല. അങ്ങേയറ്റം പീസ്ഫുള്ളായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യം. മാത്രവുമല്ല, ഒരു വേൾഡ് കപ്പൊക്കെ നടത്താൻ കഴിയുന്ന രൂപത്തിൽ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യമാണ്. അതിൻ്റെ ഒരു കുഞ്ഞൻ രാഷ്ട്രം എന്നതിനപ്പുറത്തേക്ക് വലിയ സ്വാധീനം ആഗോള രാഷ്ട്രീയത്തിൽ ചെലുത്താൻ ഖത്തറിന് കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ ഹമാസിൻ്റെ ലീഡർഷിപ്പ് പലപ്പോഴും ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നതൊരു വാസ്തവമാണ്. ഖാലിദ് മിഷാൽ എത്രയോ കാലമായി ദോഹയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ ഈ ചർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന ഹമാസിൻ്റെ പ്രതിനിധി ഖലീൽ അൽ ഹയ്യ, അദ്ദേഹം ദോഹയിലാണുള്ളത്. ഇന്നലെ അദ്ദേഹം ഖത്തറിൻ്റെ ഖലീഫ, ഖത്തറിൻ്റെ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയുമായിട്ട് ചർച്ച നടത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ഭാവിയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ ഹമാസ് ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് എന്നത് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല. ഏത് സമാധാന ചർച്ചയിലും ഒരു കക്ഷിയാണ് ഹമാസ്. അവിടെ വെടിനിർത്തൽ ഉണ്ടാകണമെങ്കിലും അവിടെ സമാധാനം സ്ഥാപിക്കണമെങ്കിലും ചർച്ച ചെയ്യേണ്ട ഒരു കക്ഷിയാണ്. അതിൽ ചർച്ച ചെയ്യുന്ന നയതന്ത്ര പ്രതിനിധികൾ, ആ നയതന്ത്ര പ്രതിനിധികളുടെ സ്റ്റാറ്റസ് ഈ ഹമാസിനു വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കൊടുക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഖലീൽ അൽ ഹയ്യ ഈ ഹമാസിൻ്റെ ചർച്ചയെ നേതൃത്വം കൊടുക്കുന്ന ടീമിൻ്റെ ഹെഡാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് അക്രമം നടത്തുക എന്നത് ഈ നയതന്ത്ര ബന്ധങ്ങളിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 1914 വുഡ്രോ വിൽസൻ്റെ 14 പരിപാടികളിൽ തുടങ്ങി ലീഗ് ഓഫ് നേഷൻസും ഐക്യരാഷ്ട്രസഭയും എല്ലാം രൂപം കൊണ്ട സന്ദർഭത്തിൽ ലോകമെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായ കാര്യമാണ്. ഖത്തർ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ആ രാജ്യത്ത് ഇസ്രായേലിൻ്റെ ശത്രു ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. അതുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷേ ആ രാജ്യത്തിൻ്റെ അനുമതിയില്ലാതെ ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ അതിലംഘിച്ചുകൊണ്ട് ഖത്തറിൽ അക്രമം നടത്താൻ ഇസ്രായേലിന് സാധിക്കില്ല, അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഏത് രാജ്യത്തിനും തങ്ങളുടെ ശത്രുക്കൾ മറ്റു രാജ്യങ്ങളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അക്രമം നടത്താൻ പറ്റുമല്ലോ. അപ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിലും രാജ്യാന്തരീയ വ്യവസ്ഥയിലും പാലിക്കേണ്ടുന്ന അടിസ്ഥാന പ്രമാണത്തിൻ്റെ ലംഘനമാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പോൾ യമൻ അല്ലെങ്കിൽ ഇറാൻ, ലെബനൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് സംഘർഷത്തിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ലെബനൻ കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. അതുപോലെ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ പ്രതിരോധം സിറിയയിൽ നിന്നുണ്ടാവുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ ന്യായീകരിക്കാൻ സാധിച്ചേക്കാം. അതല്ലെങ്കിൽ ഹമാസിനെയും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനും പിന്തുണ നൽകുകയും സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നത് ഇറാനാണ് എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ അത് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ഖത്തർ ഈ ഗണത്തിലൊന്നും പെടുന്ന രാജ്യമല്ല. അങ്ങേയറ്റം സമാധാനപൂർവ്വമായി ജീവിക്കുന്ന വലിയ സാമ്പത്തിക ശക്തിയുള്ള ഗൾഫ് മേഖലയിലെ ഒരു രാജ്യമാണ്. ഗൾഫ് മേഖലയിലെ ഒരു രാജ്യവും സംഘർഷത്തിലേക്ക് പോകുന്നില്ല എന്നത് വാസ്തവമാണ്. അപ്പോഴാണ് ഈ യഥാർത്ഥത്തിൽ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ സംഭാവന ചെയ്യാൻ സാധ്യതയും ശേഷിയുമുള്ള അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് അവിടെ ആക്രമണം നടക്കുന്നത്. ഇത് ഹമാസിൻ്റെ നേതാക്കളെയോ ഹമാസിൻ്റെ പ്രതിനിധികളെയോ കൊലപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ഈ ഖത്തറിൻ്റെ പരമാധികാരത്തെ അതിലംഘിച്ചു എന്ന വളരെ ഗുരുതരമായ കുറ്റകൃത്യം ഇസ്രായേൽ ചെയ്തിരിക്കുന്നു. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ അതിർത്തിയിൽ കടന്ന് നടത്തിയ ആക്രമണം എന്ന വലിയ പ്രത്യാഘാതം നിശ്ചയമായും അക്കാര്യത്തിലുണ്ട്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഹമാസ് നെഗോഷിയേഷൻ ടീമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുടെ മുൻകൈയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു പീസ് പ്രോസസ്സ് നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ദോഹയിലെത്തിയ ഹമാസിന്റെ ടീമിനെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ആ സമാധാന പ്രക്രിയയുടെ ഭാവി എന്താകും? ഇസ്രായേൽ പലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് സമാധാന പ്രക്രിയ പൂർണ്ണമായും സബോട്ടേജ് ചെയ്യുന്ന വിധത്തിലേക്ക് ഈ ആക്രമണം മാറുമോ?
തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം ട്രംപിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരുപാട് ശ്രമങ്ങൾ നടക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ക്ലോസിംഗ് ഫേസിലോട്ട് എത്തുമെന്ന് നമ്മൾ കരുതിയിരുന്നൊരു സമയത്താണ് ഇങ്ങനെ അറ്റാക്ക് നടക്കുന്നത്. വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. മാത്രമല്ല ഈ നേരത്തെ ശ്രീ പി ജെ വിൻസെൻ്റ് സൂചിപ്പിച്ച പോലെ തന്നെ മറ്റേത് രാജ്യമായിക്കോട്ടെ, സിറിയയോ ലെബനോനോ യമനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ പ്രോക്സികൾ അവിടെ ഉണ്ട് എന്ന പേരിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിൻ്റെ ന്യായീകരണം കേട്ടിരിക്കാൻ സാധിച്ചേനെ. പക്ഷേ ഖത്തറിൻ്റെ കേസിൽ ഒരുപാട് തരത്തിൽ ഇപ്പം ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുക്കുന്നതായിക്കോട്ടെ പലസ്തീന്, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാനുള്ള മീഡിയേഷനിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മീഡിയേഷൻ പലതവണ നടത്തിയ ഒരു രാജ്യമാണ്. മാത്രമല്ല ഇസ്രായേൽ മാത്രമായിട്ടല്ല, അമേരിക്ക ആയിട്ടായാലും ഈജിപ്റ്റൊക്കെ ആയിട്ടായാലും ഇതിനെല്ലാം ഒരു മേജർ ഫാക്ടർ ഖത്തറായിരുന്നു. അപ്പോൾ അവിടെ ഒരു അറ്റാക്ക് നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആ രാജ്യത്തിൻ്റെ സോവറിനിറ്റി, അതിൻ്റെ ഇൻ്റർനാഷണൽ റൂൾസിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ നടത്തിയ ഒരു ആക്രമണമാണ്. തീർച്ചയായിട്ടും അപലപിക്കേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ചോദ്യം വരുന്നത് അമേരിക്ക ഇതിനെ ഏത് രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത് ഇത്രയും നാളും ഇസ്രായേലിനെ ഓപ്പണായിട്ടും അല്ലാതെയും ബാക്ക് ചെയ്യുന്നുണ്ട്. ഡിപ്ലോമാറ്റിക് ചാനൽസിലാണെങ്കിലും യുണൈറ്റഡ് നേഷൻസിലാണെങ്കിലും ഇസ്രായേലിനെ ബാക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും അപലപിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പേര് പറയാതെയാണ് അപലപിക്കുന്നത്. അപ്പോൾ ഇത്തവണ അമേരിക്ക എന്ത് സ്റ്റാൻസ് എടുക്കുമെന്നുള്ളത് കാണണം. കാരണം ഇറാൻ്റെ മേലുള്ള അറ്റാക്ക് നടന്ന സമയത്തും നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ വിവിധയിടങ്ങളിൽ 10-16 രാജ്യങ്ങളിൽ ഉൾപ്പെടെ എയർബേസുകൾ ഉള്ള ഒരു രാജ്യമാണ് യു എസിന് അത് ആവശ്യവുമാണ്. അതിൽ ഏറ്റവും വലിയ എയർബേസ് താങ്കൾ ആദ്യം ഇൻട്രൊഡക്ഷൻ സൂചിപ്പിച്ച പോലെ ഖത്തറിലാണ്. സോ അങ്ങനെ ഖത്തറുമായിട്ടുള്ള ബന്ധം അമേരിക്കയും ഏകദേശം എന്താ പറയുക ഊഷ്മളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അറ്റാക്ക് നടന്നത്. അതുകൊണ്ട് അമേരിക്ക അടുത്തത് എന്ത് സ്റ്റെപ്പ് എടുക്കുമെന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണേണ്ടിയിരിക്കുന്നു. രണ്ടാമത് ഈ ഒരു പീസ് പ്രോസസ്സ് അവസാനിക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നു. കാരണം 20 ഹോസ്റ്റേജസോ മറ്റോ ആണ് ജീവനോടെ ബാക്കിയുള്ളത്. ബെഞ്ചമിൻ നെത്തന്യാഹു ആയിക്കോട്ടെ, ട്രംപ് ആയിക്കോട്ടെ, പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ട്രംപ് പറയുന്നത് ക്ലോസിംഗ് ഫേസിലാണ്, എത്രയും പെട്ടെന്ന് നമ്മൾ സമാധാനം കാണും എന്ന് പറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക വിളിച്ചു വരുത്തിയ ടീം എന്നുള്ള നിലയ്ക്ക് ഏത് രീതിയിലാണ് ഇതിനെ അമേരിക്ക ഇതിനെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ശരി, ശ്രീ ശങ്കുട്ടി ദാസ്, അമേരിക്കയുടെ തന്നെ പ്രപ്പോസൽ ചർച്ച ചെയ്യാനായി ഒരു ചർച്ചാ സംഘം ഖത്തറിൽ എത്തിയിരിക്കെ ആ ചർച്ചാ സംഘം താമസിക്കുന്ന റെസിഡൻഷ്യൽ കോംപ്ലക്സിലേക്ക് പ്രിസൈസ് ആയിട്ട് ആക്രമണം നടത്തി അവരെ എലിമിനേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ചർച്ചയ്ക്ക് വിളിക്കുന്ന ചർച്ചാ സംവിധാനത്തിൽ പങ്കാളികളാകേണ്ടവരെ കൊന്നുകളഞ്ഞുകൊണ്ട് എന്തു ചർച്ച എന്നുള്ളത് ഒരു ആഗോള നീതിയുടെ തന്നെ പ്രശ്നമാണല്ലോ. ഇവിടെ ഖത്തർ സൂചിപ്പിക്കുന്നത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണ്. നേരത്തെ ശ്രീ പി ജെ വിൻസെന്റ് പറഞ്ഞതുപോലെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ അതിർത്തിക്കകത്ത് ചെന്ന് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ യുദ്ധക്കുറ്റകൃത്യമാവുകയും ചെയ്യും. ഈ സംഘർഷത്തിന്റെ ആകെ ഭൂമിക മാറുകയാണോ? കൂടുതൽ വിപുലപ്പെടുകയാണ്? സമാധാനത്തിന് പകരം കൂടുതൽ സംഘർഷഭരിതമാവുകയാണ് പശ്ചിമേഷ്യ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അനുമാനിക്കേണ്ടത്. ഈ നടപടിയെ ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ എന്നാണല്ലോ വിളിക്കേണ്ടത്. ദൂതനെ വെടിവെക്കുന്നത് പോലെ ഒരു മധ്യസ്ഥ ശ്രമം നടക്കുന്ന സമയത്ത് ആ മധ്യസ്ഥ ചർച്ചയിൽ ഇടപെടുന്ന ആളുകളുടെ കൂടി അറിവോടുകൂടി ആ മധ്യസ്ഥം നടക്കാനിരിക്കുന്ന സ്ഥലത്തേക്ക് എയർ സ്ട്രൈക്ക് നടത്തുക, അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന നെഗോസിയേറ്റേഴ്സിനെ തന്നെ വധിക്കാൻ ശ്രമിക്കുക, ടാർഗറ്റഡ് സ്ട്രൈക്ക് നടത്തുക എന്ന് പറയുമ്പോൾ മധ്യസ്ഥത്തിന് താല്പര്യമില്ല. ഇത് സംഘർഷത്തിലൂടെ തന്നെ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടൊരു മെസ്സേജാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും വളരെ നല്ല സൗഹൃദമുള്ള രാഷ്ട്രങ്ങളാണ്. ഈ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നൊരു നിലപാട് 2025 മുതൽ ഈ പറയുന്ന ഇറാൻ ഇസ്രായേൽ സ്ട്രൈക്ക് നടന്നപ്പോൾ തന്നെ അബ്സല്യൂട്ട് നോൺ പാർഷ്യാലിറ്റി എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളിൽ രണ്ടു കൂട്ടർക്കും ഇടയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥത്തിനും രമ്യമായിട്ടുള്ള പരിഹാരത്തിനും വേണ്ടി ശ്രമിക്കുക, സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുക, ഒരു നിലയിലും കൂടുതൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇറാഖുമായി നമുക്ക് വലിയ ചരിത്രപരമായി മാത്രമല്ല വലിയ നിലയിലുള്ള വ്യാപാര ബന്ധം പോലും ഉള്ളതാണ്. ഇറാഖിൻ്റെ അമീർ ഈ വർഷം ഫെബ്രുവരിയിലാണ് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത്. അവരുമായിട്ടൊരു FTA അഗ്രിമെൻറ്റ്, ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് ഒപ്പിടുന്നതിൻ്റെ അവസാന പടവിൽ നിൽക്കുകയാണ്. 2020 ഡിസംബറോടുകൂടി അത് ഒപ്പിടും. ഒക്ടോബർ 6-ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ദോഹയിലേക്ക് പോകാനിരിക്കുകയാണ്. ആമീറിൻ്റെ ക്ഷണപ്രകാരം നരേന്ദ്രമോദി ദോഹയിലേക്ക് പോകാനിരിക്കുകയാണ്. അവിടെ വെച്ചൊരു കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻറ്റ് CEPA അഗ്രിമെൻറ്റ് ഇന്ത്യയും ഖത്തറും തമ്മിൽ ഒപ്പുവെക്കാനിരിക്കുകയാണ്. ഇന്ത്യയും ഖത്തറും തമ്മിൽ ഏറ്റവും നല്ല സൗഹൃദത്തിൻ്റെ ഒരു സമയത്ത് നിൽക്കുന്ന സമയമാണിത്. സ്വാഭാവികമായി തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുള്ള കാര്യമാണ്. മാത്രമല്ല ഇന്ത്യയുടെ 8 ലക്ഷം ഇന്ത്യൻ പൗരന്മാർ വസിക്കുന്ന സ്ഥലമാണ് ഈ ഖത്തർ എന്ന് പറയുന്നത്. അതിൽ തന്നെ 70% മലയാളികളാണ്. മൊത്തം ഖത്തറിലുള്ള ഇന്ത്യൻ ജനസമൂഹത്തിലെ 6 ലക്ഷം പേരും മലയാളികളാണ്. അവരും വസിക്കുന്ന സ്ഥലമാണ് ഖത്തറിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ദോഹ എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള ഒരു എയർ സ്ട്രൈക്ക് എങ്ങനെയാണ് അവിടുത്തെ സിവിലിയൻ പോപ്പുലേഷനെ ബാധിച്ചിട്ടുള്ളത് എന്നുള്ളതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള സമയങ്ങളിൽ അറിയേണ്ടതാണ്.
ഇവിടെ എനിക്ക് ഈ കാര്യത്തിൽ ഒരു ഗവൺമെന്റിന്റെ തലത്തിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ തലത്തിലോ ഒരു പ്രതികരണം നടത്താനുള്ള പ്രയാസം നമ്മൾ ഈ ചർച്ചയിൽ കയറുന്നതിന് തൊട്ട് മുൻപാണ് 7:30 ചർച്ചയിൽ നേപ്പാൾ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച എന്ന ധാരണയിൽ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കാൻ കയറുന്നതിന്റെ തൊട്ട് മുൻപാണ് ഇറാഖിലുള്ള ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് നടത്തുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് BJP ഒരു ഒഫീഷ്യലായിട്ടുള്ള പൊസിഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാട് ഇതുവരെയായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല. ആ നിലയിൽ എനിക്കൊരു ഇൻസ്ട്രക്ഷൻ ഇല്ല ഈ കാര്യത്തിൽ എന്താണ് ഒരു സ്റ്റാൻഡായിട്ട് പറയേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ അക്കാര്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഏതായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് എന്നത് മാത്രമാണ് എൻ്റെ പരിമിതമായ പ്രതികരണം. തീർച്ചയായിട്ടും. ശ്രീ പ്രമോദ് പുഴങ്കര, നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷമുള്ള ലോക സാഹചര്യം കണ്ടതാണ്. വലിയ ആക്രമണം ഗാസയിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇറാനിൽ ആക്രമണം നടത്തി, ലെബനനിൽ ആക്രമണം നടത്തി, ഹമാസിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇസ്മായിൽ ഹനിയ മുതൽ യഹിയ സിൻവർ വരെയുള്ള നേതാക്കളെ കൊന്നുകളഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇത്രയുമൊക്കെ കഴിഞ്ഞിട്ടൊരു സമാധാന പ്രക്രിയ നടക്കാൻ പോകുമ്പോൾ ഇനി ബാക്കിയുള്ള ഗാസൻ ജനതയെങ്കിലും ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ എന്ന വിദൂരമായ ഒരു ടണലിന്റെ അറ്റത്തെ പ്രകാശം എന്നൊക്കെ പറയുന്ന പോലെ വിദൂരമായ ഒരു പ്രതീക്ഷയെങ്കിലും ഉള്ള സമയത്താണ് ഈ ചർച്ചയ്ക്ക് വന്ന സംഘത്തെ തന്നെ എലിമിനേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നത്. അത് എത്രമാത്രം വിജയിച്ചു എന്നൊക്കെയുള്ളത് അടുത്ത മണിക്കൂറുകൾ വിവരം വരികയുള്ളൂ. എങ്കിൽ പോലും ആ മേഖലയിലെ സമാധാനത്തെ സമ്പൂർണ്ണമായി തകർക്കുന്ന വിധത്തിലേക്ക് ഈ ആക്രമണം മാറിയെന്ന് നമ്മളിപ്പോ ഈ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ വിലയിരുത്തേണ്ടി വരുമോ? തീർച്ചയായും. വാസ്തവത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ പലസ്തീൻ പ്രശ്നത്തിൽ ഒരു സമാധാനം എന്ന് പറയുന്നത് അവരാഗ്രഹിക്കുന്നില്ല. അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ, ലോകത്തിന് മുഴുവൻ വ്യക്തമായിരിക്കുന്നത് പോലെ, ഇസ്രായേലിനെ പതിറ്റാണ്ടുകളായി ഇസ്രായേലിൻ്റെ ഈ യുദ്ധോത്സുകമായ തെമ്മാടിത്തത്തെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വരെ പരസ്യമായി അപലപിക്കേണ്ട തരത്തിൽ വ്യക്തമായതുപോലെ ഇസ്രായേൽ നടത്തുന്നത് ഒരു ജനസൈഡാണ്, ഒരു വംശഹത്യയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് തന്നെ ഒരു വംശഹത്യയാണ് ഇസ്രായേൽ ഗസയിലും അതുപോലെ തന്നെ പലസ്തീൻ ജനതയ്ക്ക് നേരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ നടത്തുന്ന ഈ നിരന്തരമായ ഇപ്പോൾ ആക്രമണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഈ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ, ഇസ്രായേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നെതന്യാഹുവിനേക്കാളും തീവ്രമായ വലതുപക്ഷ ഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾ ഒരു വശത്ത് നിൽക്കുന്നു. നെതന്യാഹു അവർക്കൊപ്പമാണ് നിൽക്കുന്നത്. നെതന്യാഹു തന്നെ ഒരു എക്സ്ട്രീം റൈറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയേറെ ഈ കഴിഞ്ഞ ഈ ഒക്ടോബറിൽ നടന്ന ഈ ഇസ്രായേലുകാരെ ഹമാസ് ബന്ദികളാക്കിയതിന് ശേഷമുള്ള ഈ ഗാസ സ്ട്രിപ്പിനെ അതിഭീകരമായ വിധത്തിൽ, ഒരുപക്ഷെ ലോകത്തൊരു നമുക്ക് ആധുനിക ചരിത്രത്തിലൊന്നും കാണാനാവാത്ത വിധത്തിലുള്ള ആക്രമണം ഗാസയിൽ അഴിച്ചുവിട്ടിട്ടും ആ ബന്ദിപ്രശ്നം പരിഹരിക്കാനോ അതിനൊരു തീർപ്പുണ്ടാക്കുന്നതിനോ ഹമാസിനെ തോൽപ്പിക്കുക എന്ന് പറയുന്ന, തുടച്ചു നീക്കുമെന്ന് പറയുന്ന ലക്ഷ്യം കൈവരിച്ചു എന്ന് ഇസ്രായേലുകാർക്ക് തൃപ്തമാകുന്ന വിധത്തിൽ പോലും പറയാനോ ഇസ്രായേലിനും ഇസ്രായേലിൻ്റെ ഭരണകൂടത്തിനും കഴിഞ്ഞിട്ടില്ല. ഇതൊരു വലിയ പ്രശ്നമാണ് അവർ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തെ, ഈ ഗാസയിലും പലസ്തീൻ ജനതയ്ക്ക് നേരെയും അവർ നടത്തുന്ന ഈ യുദ്ധത്തെ അതിഭീകരമായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇസ്രായേലിന് ഒരു തരത്തിലുണ്ടായിട്ടുള്ള ഒരു മുൻകൈ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടു പോയാലും ഒരു തരത്തിൽ ആ റീജിയണിൽ ഉണ്ടായിട്ടുള്ള ഒരു മുൻകൈ എന്ന് പറയുന്നത് അമേരിക്കയുടെ പിന്തുണയോടുകൂടി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അറബ് രാജ്യങ്ങളെ ഇസ്രായേലിന് അനുകൂലമായിട്ട് നിർത്തുന്ന അല്ലെങ്കിൽ നിശബ്ദരാക്കി നിർത്തുന്ന ഒരു പരിപാടി നടക്കുകയാണ്. അങ്ങനെയാണ് അബ്രഹാം അക്കോർഡ് മുതൽ, ഓസ്ലോയ്ക്ക് ശേഷമുണ്ടായ അബ്രഹാം അക്കോർഡ് മുതൽ നമുക്കിത് കാണാൻ കഴിയും. ഇപ്പോൾ സൗദി, അതുപോലെ തന്നെ സുഡാൻ ബഹ്റിൻ മുതലായ രാജ്യങ്ങളിലെല്ലാം ഇസ്രായേലിനെ പരസ്യമായി എതിർക്കാത്ത ഒരു അന്തരീക്ഷത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതുപോലെ തന്നെ ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ഒരു ടാക്ടിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുകയും ഹിസ്ബുള്ളയുമായിട്ടൊരു വെടിനിർത്തൽ ഉണ്ടാക്കുകയും അത് ഇസ്രായേലിന് അനുകൂലമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ ഒരു പരിധിവരെ ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഒരു അഡ്വാൻറ്റേജ്, ഈ അഡ്വാൻറ്റേജിനെ ഗാസയിലെ ജനതയെയും പലസ്തീൻകാരെയും വംശഹത്യ ചെയ്യുന്നതിനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഇസ്രായേൽ, ഒരു കാര്യം കൂടി പറയാം, ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്ന ഈ യുദ്ധത്തെ വളരെ ലൈവാക്കി നിർത്തേണ്ട ഒരു ആവശ്യം അവർക്കുണ്ട്. കാരണം ഇപ്പോൾ UN സെപ്റ്റംബർ 22 നടക്കാൻ പോകുന്ന UN ജനറൽ അസംബ്ലിയോടനുബന്ധിച്ച് UK, ഫ്രാൻസ്, ബെൽജിയം, കാനഡ ആൻഡ് മാൾട്ട ഈ രാജ്യങ്ങളെല്ലാം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് അതിനടുത്തേക്കാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ലോകത്ത് തന്നെ മറ്റൊരു തരത്തിലുള്ള ഒരു പോളറൈസേഷൻ
പോളറൈസേഷൻ ഇസ്രായേലിനെതിരായിട്ടുണ്ടാവുകയും ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ഫണ്ടിങ്ങും അതുപോലെ തന്നെ സൈനിക സഹായവും ആ രാജ്യങ്ങളിലെ പ്രതിപക്ഷത്തിൻ്റെ അടക്കമുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ടാണ് യാതൊരു വിധത്തിലുള്ള സമാധാന ചർച്ചകളെയും പ്രോത്സാഹിപ്പിക്കാതെ നിരന്തരമായ ആക്രമണങ്ങളിലൂടെയും ജനസൈഡിലൂടെയും ഈ യുദ്ധത്തെ ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, ശ്രീ പി ജെ വിൻസെന്റ്, ഖത്തറിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. This criminal attack constitutes a flagrant violation of all international laws and norms and a serious threat to the security and safety of Qataris and residents of Qatar. എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെന്റ് തുടരുന്നത്, while strongly condemning this attack, the state of Qatar affirms that it will not tolerate this reckless Israeli behavior and its continued tampering with regional security as well as any action targeting its security and sovereignty എന്നാണ്. അപ്പോൾ വളരെ ശക്തമായി ഖത്തർ പ്രതികരിക്കുന്നു. ഞങ്ങളിത് ടോളറേറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഇതുവരെയും ഈ യുദ്ധ സംവിധാനത്തിൽ അതല്ലെങ്കിൽ ആംഡ് സ്ട്രഗിളിൽ ഇടപെടാതിരുന്ന ഐഡിയോളജിക്കലായ പിന്തുണ ഉണ്ടാവും, അതിനപ്പുറത്തുള്ള പിന്തുണ കൊടുക്കാതിരുന്ന ഖത്തർ കൂടി ഈ സീനിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ? അത് പ്രായോഗികമാണോ? തീർച്ചയായിട്ടും ഖത്തറിൻ്റെ ഒരു സൈനിക ശേഷിയോ സാമ്പത്തിക ശേഷി എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഖത്തർ എന്ന രാജ്യം ലോകത്തിന് ഏറെ പ്രിയപ്പെട്ട സ്വീകാര്യമായ രാജ്യമാണ്. ഇപ്പോൾ എത്രയോ ചർച്ചകളുടെ കേന്ദ്രം ദോഹയാണ്. ഇപ്പോൾ അത് ഘാട്ട് കരാർ രൂപപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളിൽ തുടങ്ങി ഇങ്ങോട്ടെടുത്താൽ ലോകത്തിലെ പ്രധാനപ്പെട്ട സങ്കീർണ വിഷയങ്ങളിലൊക്കെ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിൽ ചർച്ച നടത്തുമ്പോൾ നമ്മൾ ദോഹയിലാണ് ആളുകൾ കൂടിച്ചേരുക. വിവിധ രാജ്യങ്ങൾ ദോഹാവട്ട ചർച്ചകളൊക്കെ നമ്മളെപ്പോഴും കോട്ട് ചെയ്യുന്ന കാര്യമല്ലേ. അത്തരത്തിൽ ഒരു സ്വതന്ത്ര രാജ്യം എന്ന നിലയിൽ മാത്രമല്ല, ഒരു നിഷ്പക്ഷ നിലപാടെടുക്കുന്ന രാജ്യം എന്ന നിലയ്ക്ക് ലോകത്തിലെ വിവിധ സംഘർഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളുടെയൊക്കെ കേന്ദ്രം പലപ്പോഴും ദോഹയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റസ് കൂടി ദോഹയ്ക്കുണ്ട്. അത് ഒരു ഗ്ലോബൽ സിറ്റി എന്ന നിലയ്ക്ക് അംഗീകരിക്കപ്പെട്ട ഒരു രാജ്യമാണ്. അപ്പോൾ അവിടേക്ക് ഇത്തരമൊരു അക്രമം നടത്തുന്നത് ഒട്ടും ഭൂഷണമല്ല. മാത്രവുമല്ല, ഈ ഹമാസിൻ്റെ നേതൃത്വം നൽകുന്ന ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഇപ്പോൾ IDF നൽകുന്ന കണക്ക് പ്രകാരം തന്നെ 29 ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. 22 പേര് മരണപ്പെട്ടു. അവരുടെ ഡെഡ് ബോഡിയും അവരുടെ കയ്യിലാണ്. അങ്ങനെ 51 പേർ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള 51 പേർ. അതാണ് IDFൻ്റെ കണക്ക്. എന്നാൽ ഒരു 20 പേരെ കൂടുതൽ അധികം ജീവിച്ചിരിപ്പില്ല എന്നുള്ള അനൗദ്യോഗിക കണക്കുകളും വരുന്നുണ്ട്. ഏതായാലും IDF ഈ 29 ആളുകളെയും മരണപ്പെട്ട 22 പേരുടെ ഡെഡ് ബോഡിയും ഉടനടി ഏകപക്ഷീയമായി ഇസ്രായേലിന് കൈമാറണം. അതാണ് സമാധാനത്തിനുള്ള മാർഗമെന്ന് ട്രംപ് പറയുകയുണ്ടായി. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. യഥാർത്ഥത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി വരേണ്ടുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഏകപക്ഷീയമായി ട്രംപും ഇസ്രായേലും അതിൻ്റെ ഈ ചർച്ചയുടെ ടേംസ് നിശ്ചയിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത്. ഇതൊരിക്കലും ഈ സംഘർഷം അവസാനിക്കാൻ പര്യാപ്തമാവില്ല എന്ന് മാത്രവുമല്ല, ഹമാസിൻ്റെ ഈ 251 ആളുകളെ ഹമാസ് ബന്ദികളാക്കി പിടിച്ചതിൽ ഇസ്രായേൽ സൈനിക നടപടിയിലൂടെ മോചിപ്പിച്ചത് 2 ബന്ദികളെ മാത്രമാണ്. അപ്പോൾ ഇപ്പോഴും ഈ ബന്ദികളെ കൈവശം വയ്ക്കാനുള്ള ഹമാസിൻ്റെ ശേഷി ചോർന്നു പോയിട്ടില്ല. അവിടെ സമാധാനം കൈവരിക്കണമെങ്കിൽ അതിൽ മേജർ പ്ലെയർ എന്ന നിലയിൽ ഹമാസുമായിട്ട് ചർച്ച ചെയ്യണ്ടേ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ അറബ് ഇസ്രായേലി സംഘർഷത്തിൽ എന്ത് നിലപാട് എന്നതിനപ്പുറത്തേക്ക് മാനങ്ങളുള്ള ഒരു ആക്രമണം ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. ഇതുവരെയുള്ള ആക്രമണങ്ങളെയൊക്കെ പല രൂപത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുമെങ്കിലും ഇത് അത്തരത്തിൽ ചെയ്യാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, ഇതിനു മുമ്പും ഖത്തറിനെതിരെ എന്നതിനേക്കാൾ പ്രധാനം അൽ ജസീറയ്ക്കെതിരെ നിരന്തരമായി ഏറ്റവും അധികം ജേർണലിസ്റ്റുകൾ ഗസയിൽ കൊല ചെയ്യപ്പെട്ടത് അൽ ജസീറയുടേതാണ്. വിവിധ മീഡിയയുടെ ഭാഗമായിട്ടുള്ള 217 ആളുകളാണ് ഗസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 2022 ഒക്ടോബർ 7-ന് ശേഷമുള്ള സൈനിക നടപടിയിൽ ഗസയിൽ മാത്രം കൊല ചെയ്യപ്പെട്ടത്. അതിൽ എയ്ഡ് കൊടുക്കുന്ന ആളുകൾ 224 പേര് വിവിധ യുണൈറ്റഡ് നേഷൻസ് വർക്ക് ആൻഡ് റിലീഫ് ഏജൻസിയുടെ പ്രവർത്തകർ
കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ഖത്തറുമായിട്ടുള്ള ബന്ധത്തിൽ അൽ ജസീറ എപ്പോഴും ഇസ്രായേലിന് ഒരു കീറാമുട്ടിയായിരുന്നു. കാരണം വാർത്തകൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നു, ഫലസ്തീൻ്റെ വിവിധ മേഖലയിൽ, അത് വെസ്റ്റ് ബാങ്കിലാണെങ്കിലും ഗസയിലാണെങ്കിലും അവരുടെ സാന്നിധ്യമുണ്ട്. ഈ വാർത്തകൾ കൃത്യമായി ലോകത്തിലേക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന അൽ ജസീറ, അത് ഖത്തറിൻ്റെ ഒരു മീഡിയ ഹൗസ് എന്ന നിലയ്ക്ക് ഇസ്രായേലിന് ശക്തമായ വിയോജിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അൽ ജസീറയുടെ ജേർണലിസ്റ്റുകളെ കൃത്യമായി നോട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്ന സമീപനം IDF സ്വീകരിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരം ഘടകങ്ങളൊക്കെ അവിടെ നിൽക്കെ തന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം, സ്വിറ്റ്സർലൻഡ് പോലെ ഒരുപക്ഷെ വെസ്റ്റ് ഏഷ്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗൾഫ് മേഖല എടുത്തു കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിലെ സ്വിറ്റ്സർലൻഡ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഖത്തർ. കാരണം സ്വിറ്റ്സർലൻഡ് എക്കാലത്ത് ഒരു സ്വതന്ത്ര രാജ്യമായി നിന്നത്. യുണൈറ്റഡ് നേഷൻസിൽ പോലും അവർ സമീപകാലത്താണ് അംഗമായത്. യുണൈറ്റഡ് നേഷൻസിൽ പോലും അംഗമാകാതിരുന്നത് ഞങ്ങളുടെ ഈ ന്യൂട്രൽ പൊസിഷൻ സംരക്ഷിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ആ സമാനമായ രൂപത്തിൽ ഗൾഫ് മേഖലയിൽ ഒരു സ്വതന്ത്ര നിലപാടെടുക്കുകയും അവിടുത്തെ സംഘർഷങ്ങളിൽ എവിടെ സംഘർഷമുണ്ടായാലും അതിനെല്ലാം സമാധാന പ്രക്രിയയിൽ ആതിഥ്യമരുളുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിൽ തന്നെ ഈ സമാധാന ചർച്ചയ്ക്കെത്തിയിട്ടുള്ള പ്രതിനിധികളെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഈ ദോഹയിലേക്ക് ഇനി ആരെങ്കിലും സമാധാന ചർച്ചയ്ക്ക് പോകുമോ? ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ രാജ്യാന്തരീയ സമ്മേളനങ്ങൾക്ക് വേദിയാകാൻ ഈ ദോഹയ്ക്ക് സാധിക്കുമോ? അപ്പോൾ ഇത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. എന്തായാലും നമുക്ക് അതിന്റെ റിസൾട്ട് കൂടുതലായി വരുന്ന മണിക്കൂറുകളിൽ കരണീയമാണ്. യെസ്, ഇപ്പോൾ ഖത്തറിന്റെ ഇന്റീരിയർ മിനിസ്ട്രി പറയുന്നത് സിറ്റുവേഷൻ ഈസ് സേഫ് എന്നാണ്. ഒരു പ്രധാനപ്പെട്ട വിവരമുള്ളത്, ദോഹയിലെ ഫുൾ ഓഫ് റെസിഡൻഷ്യൽ കോംപ്ലക്സസ് മുഴുവൻ ഈ താമസ കോംപ്ലക്സുകൾ നിറഞ്ഞ, താമസിക്കാനുള്ള കെട്ടിടങ്ങൾ നിറഞ്ഞ സ്ഥലത്താണ് ഒരു പ്രിസൈസ് അറ്റാക്ക് നടത്തിയത്. ഹമാസ് പറയുന്നത് ഈ അസാസിനേഷൻ അറ്റംപ്റ്റ്, ഈ കൊലപാതക ശ്രമം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ അൽ ജസീറ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യുന്നു. ഒന്ന്, ഈ കൊലപാതക ശ്രമം പരാജയപ്പെട്ടു എന്ന് ഹമാസ് അവകാശപ്പെടുന്നു. റെസിഡൻഷ്യൽ കോംപ്ലക്സുകളിലാണ് ആക്രമണം നടന്നത്. ഇപ്പോൾ കാര്യങ്ങൾ സേഫ് ആണെന്ന് ഖത്തറി ഇന്റീരിയർ മിനിസ്ട്രി പറയുകയും ചെയ്തു. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടുകൂടി പശ്ചിമേഷ്യയുടെ എന്നല്ല ലോകത്തിന്റെ തന്നെ ഗതി ഒരു നിർണായകമായ ദശാസന്ധിയിലാണ്. ഖത്തർ തിരിച്ചടിക്കുമോ? അങ്ങനെയാണെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. മധ്യേഷ്യ ആകെ തന്നെ യുദ്ധത്തിലേക്ക് നീങ്ങും. അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ലോക സമൂഹത്തിന് തന്നെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, മുമ്പും ഇസ്രയേൽ ഇതര രാജ്യങ്ങളിൽ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ഗസയുടെ ഭരണ ചുമതല ഉണ്ടായിരുന്ന ആളുമായ ഇസ്മയിൽ ഹനിയെ തെഹ്റാനിൽ, അവിടെ ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനമേൽക്കൽ ചടങ്ങിന് എത്തിയ സമയത്ത് ഇതുപോലെ ഒരു പ്രസിഡന്റ് സ്ട്രൈക്ക് വഴിയാണ് കൊലപ്പെടുത്തിയത്. നമുക്കറിയാം, ലെബനനിൽ വലിയ ആക്രമണം നടത്തുകയും ഹിസ്ബുള്ളയെ ഏതാണ്ട് നാമാവശേഷമാക്കുകയും ഹസൻ നസ്രള്ളയെ വധിക്കുകയും ചെയ്തു. ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ, ഗാസയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ, യഹ്യ സിൻവർ അടക്കമുള്ള നേതാക്കളെ കൊന്നുകളഞ്ഞു. അങ്ങനെ ഈ നേതാക്കളെ, നേതൃനിരയെ പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്യുക, അതുവഴി ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് ഇസ്രായേലിൻ്റെതെന്ന് തോന്നുന്നു. അവർ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് മാത്രം നടത്തിയിട്ടുള്ള വലിയ കൊലപാതകങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ ആ നിലയിൽ നേതൃനിരയെ ഫിനിഷ് ചെയ്യുക എന്ന ദൗത്യത്തിൽ മുമ്പ് ഇറാനിൽ കയറി ആക്രമിച്ചതുപോലെ ഇപ്പോൾ ഖത്തറിൽ കയറി ആക്രമിക്കുന്നു. അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും അത് അതുകൊണ്ട് അവസാനിക്കുമോ, അതോ ഇത് എസ്കലേറ്റ് ചെയ്യുമോ? എന്ത് തോന്നുന്നു? ഇല്ല, ഖത്തറുമായിട്ടുള്ള ഈ ഒരു സംഘർഷം എസ്കലേറ്റ് ചെയ്ത് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്ന്, ഖത്തറിൻ്റെ പൊതുരീതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എസ്കലേഷനിലോട്ട് പോകുന്ന രാജ്യമല്ല, ഡിപ്ലോമാറ്റിക് ഡയലോഗ് താല്പര്യപ്പെടുന്ന രാജ്യമാണ്. മാത്രമല്ല, അമേരിക്കയ്ക്ക് ഖത്തറിൽ സ്റ്റേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ബിഹൈൻഡ് ദ സീൻസ്, ഒരിക്കലും പരസ്യമായി പറയുമെന്ന് ഞാൻ ധരിക്കുന്നില്ല ഇസ്രായേലിനെതിരായിട്ട്, പക്ഷേ ബിഹൈൻഡ് ദ സീൻസ് തീർച്ചയായിട്ടും ഇസ്രായേലിനോട് അടങ്ങാൻ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പറയേണ്ടി വരും. പക്ഷേ ഇതിനൊരു റിട്ടാലിയേഷൻ ഉണ്ടാകുന്ന ഒരു പക്ഷേ ഖത്തറിൻ്റെ ഭാഗത്തു നിന്നായിരിക്കണമെന്നില്ല. ഇപ്പം നമ്മൾ ഒക്ടോബർ 7 അറ്റാക്കിൻ്റെ തന്നെ കാര്യം പറയുമ്പോഴും അന്നത്തെ അറ്റാക്ക് ഉണ്ടായത് എത്രയോ മാസങ്ങൾ മുന്നേ നടന്ന ഒരു സംഘർഷത്തിന് തിരിച്ചടി കൊടുത്താണെന്നാണ് ഹമാസ് പറഞ്ഞത്. അപ്പം ഏത് പോയിന്റിലും ഒരുപക്ഷെ ഉണ്ടാകുന്നത് ഖത്തറിൽ നിന്നായിരിക്കുകയില്ല, ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഹെസ്ബുള്ളയോ അല്ലെങ്കിൽ ഇസ്ലാമിക് ജിഹാദോ ഹമാസോ ഹൂത്തികളോ ഒക്കെ ആയിരിക്കും അറ്റാക്ക് നടത്തുക. പിന്നെ മുമ്പ് സൂചിപ്പിച്ച കൊലപാതകങ്ങളുമായിട്ട് ഇതൊരു വ്യത്യാസം ഉണ്ട്. കാരണം വെച്ചാൽ മുമ്പ് സൂചിപ്പിച്ച സ്ഥലങ്ങളൊക്കെ തന്നെ, ലെബനോൺ ആണെന്നുണ്ടെങ്കിൽ ഹെസ്ബുള്ള അവിടെ നിന്ന് ഒരുപാട് അറ്റാക്സ് ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുണ്ട്. യമനിൽ ഹൂത്തികൾ നടത്തുന്നുണ്ട്. അപ്പം ഇറാൻ ആണെങ്കിൽ ഡയറക്റ്റ്ലി അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിന് ന്യായീകരിക്കാൻ പറ്റുന്ന അറ്റാക്കുകളായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ഖത്തറിൻ്റെ കേസിൽ ഇന്ന് വരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഹൂത്തികൾ ഇപ്പോൾ 2 കൂട്ടരും ഒരുപക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ, ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ആയിക്കോട്ടെ ഹമാസ് ആയിക്കോട്ടെ, ഇത് ഉടനെ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുന്നില്ല. കാരണം ഗാസയിലെ ജനങ്ങളോടുള്ള അനുകമ്പ ഇതിൽ ഏത് കൂട്ടർക്കുള്ളതെന്നൊരു ചോദ്യമാണ്. കാരണം ഹമാസ് ആഗ്രഹിക്കുന്നത്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, ഈ ലീഡർഷിപ്പ് പൊസിഷൻസിലുള്ളവരെല്ലാം തട്ടിക്കളഞ്ഞു
കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇല്ലാതാകുമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമല്ല. കാരണം ഹമാസ് എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിയാണ്. ആളുകൾ മരിച്ചാലും വന്നു പോയാലും ആ ഐഡിയോളജി ജീവിക്കും. കഴിഞ്ഞ ഒരു വർഷത്തെ തന്നെ ഡേറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 15,000-ഓളം പുതിയ റിക്രൂട്ട്സാണ് ഹമാസിന് വന്നിരിക്കുന്നത്. എത്രയോ 20,000-25,000 ആളുകളെ വധിച്ചു എന്ന് പറയുന്ന സമയത്ത് തന്നെ 15,000 പുതിയ റിക്രൂട്ട്സ് ഹമാസിന് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഐഡിയോളജി ജീവിക്കും. അവർ ഈ സഫറിങ് കാണുന്നുണ്ട്, ആളുകളുടെ ഈ ജനസൈഡ് കാണുന്നുണ്ട്, നടക്കുന്ന അറ്റാക്കുകൾ കാണുന്നുണ്ട്. സോ അവരുടെ മനസ്സിൽ ഇത് കുത്തിവെക്കുക വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഒരു ഐഡിയോളജി ആയിട്ട് ഇത് ജീവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ലീഡർഷിപ്പ് പൊസിഷൻസിൽ ഉള്ളവരെ വധിക്കുന്നത് വഴി താൽക്കാലികമായിട്ട് സ്ലോ ഡൗൺ ചെയ്യാം ഹമാസിൻ്റെ പ്രോഗ്രസ് അല്ലെ ഹെസ്ബുള്ളയുടെ പ്രോഗ്രസ് എന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ടും ഹമാസ് എന്നുള്ള ഒരു ഐഡിയോളജി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വേസ്റ്റേജ് ആണെന്ന് കരുതുന്നത്. നെതന്യാഹു ആകട്ടെ അതേപോലെ തന്നെ അദ്ദേഹത്തിനും ഇത് നീണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ അവിടെ ഒരു തെറ്റ് പറ്റുന്ന ഇതാണ്, എത്ര ഈ യുദ്ധം നീണ്ടുപോകുന്നോ അത്രയധികം ഇസ്രായേലിന് എതിരാവും സെൻറ്റിമെൻറ്റ്സ്. നമുക്കറിയാം ഒക്ടോബർ 7-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഉള്ള സമയത്ത് മാതൃഭൂമി ന്യൂസിൽ അടക്കം എല്ലാ പാനലിസ്റ്റുകളും ഇരുന്ന് സംസാരിച്ചപ്പോൾ ഇസ്രായേലിനെ അനുകൂലിച്ചാണ് സംസാരിച്ചത്. പക്ഷേ അതേ പാനലിസ്റ്റുകൾ ഇന്നെന്നല്ല ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇസ്രായേലിനെ പ്രതികൂലിച്ച് സംസാരിക്കും. ഒരുപാട് രാജ്യങ്ങൾ എതിർപ്പ് പറയുകയും UN-ൽ പോലും പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങൾ എതിർത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം എത്ര നീണ്ടുപോകുന്നോ ഇസ്രായേലിനെതിരെയുള്ള സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവ് ആകുന്നു. ഹമാസിനപ്പോൾ സംഭവിക്കുന്നത്, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും റീഗ്രൂപ്പ് ചെയ്യാൻ ഒരു സമയം കിട്ടുവാണ്. ഞാൻ ഈ പറഞ്ഞ റിക്രൂട്ട്സിനെ ട്രെയിൻ ചെയ്യാനും റീഗ്രൂപ്പ് ചെയ്യാനും ഒരു സമയം കിട്ടുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ശരിക്കും പറഞ്ഞ ഒരു വിൻ വിൻ സിറ്റുവേഷൻ, അതൊരു ലൂസ് സിറ്റുവേഷനാണ്. അവിടെ ഒരു വശത്ത് ജനസൈഡ് വഴി അവരുടെ ഓൾറെഡി നഷ്ടപ്പെട്ട ഈ ഒരു ലെഗസി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗുഡ് വില്ല് വീണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് ഖത്തറിൻ്റെ മേലെ അറ്റാക്ക് നടത്തിയതോടുകൂടി മറ്റ് രാജ്യങ്ങളും തീർച്ചയായിട്ടും ശക്തമായിട്ട് അപലപിക്കും. പക്ഷേ ഞാൻ പേഴ്സണലി നോക്കിക്കാണുന്ന അമേരിക്ക ഇതിനുള്ള റെസ്പോൺസ് എങ്ങനെ നടത്തും എന്നുള്ളതാണ്. ശരി, ശ്രീ ശങ്കുട്ടിദാസ്, പലസ്തീൻ രാഷ്ട്രപ്രഖ്യാപനം ഉണ്ടായപ്പോൾ പലസ്തീനെ റെക്കഗ്നൈസ് ചെയ്ത ആദ്യത്തെ നോൺ അറബ് നോൺ മുസ്ലിം രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ രൂപീകരണത്തിന് കാരണമായ UN റെസൊല്യൂഷൻ 182-നെ അനുകൂലിച്ച് വോട്ട് ചെയ്യാതിരുന്ന രാജ്യം അന്ന് 1947 പോലും ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് പരമ്പരാഗതമായി ഈ കാര്യത്തിൽ ഇസ്രായേലിന് എതിരായിട്ടുള്ള പൊസിഷനാണ്. സമീപകാലത്ത് 14 UN റെസൊല്യൂഷൻ വന്നതിൽ 10-ലും ഇന്ത്യ ഇസ്രായേലിനെതിരെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. സമാനമായ ഒരു നിലപാട് ഇപ്പോഴത്തെ സാഹചര്യത്തിലും തുടരാനാണോ സാധ്യത ഇന്ത്യ ഗവൺമെന്റ്? നോക്കൂ, ഇന്ത്യയുടെ നിലപാട് ഇസ്രായേലിനെതിരാണ് പരമ്പരാഗതമായി എന്ന് പറയുന്നത് ശരിയല്ല. ഇന്ത്യയുടെ നിലപാട് എല്ലാ കാലത്തും പാലസ്തീൻ അനുകൂലമാണ്, അതേസമയം ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ടുള്ളതാണ്. ഇന്ത്യയുടെ സ്റ്റേറ്റഡ് ഡിപ്ലോമാറ്റിക് പൊസിഷൻ, ഇന്ത്യയുടെ ഫോറിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേറ്റഡ് പൊസിഷൻ എന്ന് പറയുന്നത് വി സ്റ്റാൻഡ് ഫോർ എ വയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് പാലസ്തീൻ എക്സിസ്റ്റിംഗ് സൈഡ് ബൈ സൈഡ് വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ പീസ്ഫുള്ളി എന്നുള്ളതാണ്. അതായത് ഒരു ഫുൾ സ്റ്റേറ്റ് ഹുഡുള്ള ഒരു വയബിൾ ആയിട്ടുള്ള ഒരു സെക്യൂർഡ് ആയിട്ടുള്ള പാലസ്തീൻ നിലനിൽക്കണം. എങ്ങനെ നിലനിൽക്കണം? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് ചേർന്ന് സമാധാനപരമായി നിലനിൽക്കണം എന്നുള്ളതാണ്. നമ്മൾ ഫ്രം റിവർ ടു സീ ദർ ഷാൾ ഓൺലി ബി പാലസ്തീൻ എന്നുള്ള നിലപാടല്ല. സമുദ്രം മുതൽ പുഴ വരെ പാലസ്തീൻ മാത്രമേ ഉള്ളൂ, പാലസ്തീൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാത്ത, ഇസ്രായേൽ ഒരു ഒക്യുപ്പൈങ് ഫോഴ്സ് ആണെന്നോ ഒരു രാജ്യമല്ല എന്നോ പറയുന്ന ആൻറ്റി ഇസ്രായേൽ നിലപാട് ഒരു കാലത്ത് ഇന്ത്യക്കില്ല. 1948 തന്നെ ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ കോട്ട് ചെയ്യാവുന്ന ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇസ്രായേൽ ഇസ് എ റിയാലിറ്റി ആൻഡ് വി ഷുഡ് അഡ്മിറ്റ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. ഇസ്രായേൽ ഒരു യാഥാർത്ഥ്യമാണ്, നമ്മളതിനെ അംഗീകരിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. 1960-കളിൽ തന്നെ, 60-കൾക്ക് മുൻപേ തന്നെ ബോംബെയിൽ ഇസ്രായേലിന്റെ കാര്യാലയം, നയതന്ത്ര കാര്യാലയം, അതേപോലെ തന്നെ 1992 മുതലാണ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്സ്. അതായത് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് വന്നത് മുതലാണ് പൂർണ്ണതോതിലുള്ള നയതന്ത്രം ഉണ്ടാകുന്നത്. പക്ഷേ 1900 വർഷം ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല, 50-കളിലോ 60-കളിലോ തന്നെ ബോംബെയിൽ ഇസ്രായേലിൻ്റെ നയതന്ത്ര കാര്യാലയം ആരംഭിച്ചിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. 92 മുതൽ ഫുൾ ഫ്ലെഡ്ജ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇസ്രായേലുമായിട്ട് നമ്മൾ നല്ല ബന്ധം നിലനിർത്തുന്നുണ്ട്. അതേ സമയത്ത് പാലസ്തീൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി, പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് നിലനിൽക്കാനുള്ള അധികാരത്തിന് വേണ്ടി എല്ലാം എല്ലാ കാലത്തും ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു നിലപാടാണ്. ഈ പറയുന്ന ഒക്ടോബർ 7 ക്രൈസിസിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന പല പ്രമേയങ്ങളും, പലസ്തീൻ ബാക്ക്ഡ് പ്രമേയങ്ങളെ നമ്മൾ പിന്തുണയ്ക്കാതിരുന്നതിൻ്റെ കാരണം അതിലുപയോഗിച്ചിരുന്ന ലാംഗ്വേജിനോട് നമ്മൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. ഇന്ത്യയുടെ സ്റ്റേറ്റഡ് പൊസിഷനോട് ചേർന്നിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നില്ല. പ്രത്യേകിച്ചും അവിടെ നടത്തിയിട്ടുള്ള ഒക്ടോബർ 7 അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് തന്നെയാണ്. ഇസ്രായേലിനെതിരെ നടത്തുന്നത് ഒരു ഭീകരവാദ ആക്രമണമാണ് എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ പൊസിഷൻ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ തന്നെ ആ കാര്യം ട്വീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഹീനമായിട്ടുള്ള തീവ്രവാദ ആക്രമണത്തെ അപലപിക്കുന്നു,
ടെററിസ്റ്റ് അറ്റാക്ക് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിനെ കണ്ടം ചെയ്യാത്ത പ്രമേയങ്ങളെ, വൺ സൈഡഡ് ആയിട്ടുള്ള പ്രമേയങ്ങളെ, ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന പ്രമേയങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിലപാട് തെറ്റിദ്ധരിക്കപ്പെടും എന്നതുകൊണ്ട് രണ്ടു കൂട്ടരെയും ഒരുപോലെ അംഗീകരിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആൻഡ് വയബിൾ പാലസ്തൈൻ എക്സിസ്റ്റിംഗ് സൈഡ് ബൈ സൈഡ് വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ എപ്പോഴും സ്വീകരിക്കുന്നത്. അബ്സല്യൂട്ട് നോൺ പാർട്ടിസാൻഷിപ്പാണ്, പാർഷ്യാലിറ്റി ഇല്ലാത്ത രണ്ടു കൂട്ടരെയും അംഗീകരിക്കുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ഇനി അങ്ങോട്ടും ആ സമീപനം തന്നെയായിരിക്കും. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ ഇസ്രായേൽ പോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട നയതന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങളുള്ള ഒരു രാജ്യമാണ് ഇറാഖ്. ഇപ്പോൾ ട്രേഡിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ഏതാണ്ട് 1.22 ട്രില്യന്റെ ട്രേഡ് നടത്തുന്ന രാജ്യമാണ്. നമ്മുടെ മൊത്തം എക്സ്പോർട്ടിന്റെ 1.5% ഖത്തറിലേക്കുള്ള എക്സ്പോർട്ടാണ്. അതേപോലെ തന്നെ ഖത്തറിന്റെ എക്സ്പോർട്ടിന്റെ 12% എന്ന് പറയുന്നത് ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്ടാണ്. നമ്മൾ പ്രധാനമായിട്ടും ഈ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിനാണെങ്കിലും അതേപോലെ തന്നെ ലിക്വിഫൈഡ് നൈട്രജന് വേണ്ടിയിട്ടാണെങ്കിലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി പ്രധാനമായിട്ട് ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പിടാൻ പോകുന്നത്. 2030 ബൈലാറ്ററൽ ട്രേഡ് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കണം എന്നതാണ് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ധാരണ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖത്തർ അമീർ ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ വന്നത്. അതുകൊണ്ടാണ് ഒക്ടോബർ 6 നരേന്ദ്രമോദി ഖത്തറിലേക്ക് പോകാനിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉണ്ടാക്കാനുള്ള പ്രാഥമിക ഘട്ട ധാരണ രണ്ട് രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രാലയങ്ങൾ തമ്മിൽ ഇതിനോടകം തന്നെ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചരിത്രപരമായി തന്നെ വലിയ ബന്ധമുണ്ട്. നമ്മുടെ ധാരാളം എക്സ്പാട്രിയേറ്റ്സ് ആയിട്ടുള്ള ഇന്ത്യക്കാർ, നമ്മുടെ പൗരന്മാർ ധാരാളം പേര് ഖത്തറിൽ താമസിക്കുന്നുണ്ട്. 6 ലക്ഷത്തോളം മലയാളികളോടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഖത്തറിനോട് ഏതെങ്കിലും നിലയിൽ ഒരു വിവേചനപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ വിരുദ്ധമായതോ ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പൊസിഷൻ എന്താണെന്ന് പറയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോറിൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ട്വീറ്റോ വരണം. അത് വരാത്ത സാഹചര്യത്തിൽ എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാനേ സാധിക്കുള്ളൂ എന്നുള്ള നിലയിൽ വ്യക്തമാണ്. ശ്രീ പ്രമോദ് പുഴങ്കര, നമ്മളിപ്പോ ഈ അന്താരാഷ്ട്ര സമൂഹം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്, അന്താരാഷ്ട്ര നിയമങ്ങളും കൺവെൻഷനുകളും മര്യാദകളും എല്ലാവരും പാലിക്കണം എന്നൊക്കെയാണ് പൊതുവെയുള്ള സങ്കല്പം. ഈ സമീപകാലത്ത് കഴിഞ്ഞ ഒരു വർഷം മാത്രം എടുക്കൂ, എവിടെയൊക്കെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് നോക്കൂ. ഗാസ എന്ന് പറയുന്ന വളരെ ചെറിയ ഭൂപ്രദേശത്ത് സിവിലിയന്മാരെ നിർദ്ദയം ബോംബിട്ട് കൊല്ലുന്നു. 60,000-ലധികം മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. നിരവധി ആളുകൾ, കുഞ്ഞുങ്ങൾ അവിടെ പോഷകാഹാരമില്ലാതെയും ആഹാരമില്ലാതെയും മരിക്കുന്നു. 18,500 കുട്ടികൾ അവിടെ മരിച്ചു വീഴുന്നു. ഈ അന്താരാഷ്ട്ര സമൂഹത്തിൽ ചെറിയ അനക്കങ്ങളല്ലാതെ ഒന്നും ഉണ്ടായില്ല. ഇതേ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നു, ഇതേ ഇസ്രയേൽ ലെബനനെ ആക്രമിക്കുന്നു, ഇതേ ഇസ്രയേൽ യമനിൽ ഹൂത്തികളെ ആക്രമിക്കുന്നു, ഇപ്പോൾ ഇതാ ഖത്തറിനെയും ആക്രമിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര ബൗണ്ടറികളോ അന്താരാഷ്ട്ര മര്യാദകളോ അന്താരാഷ്ട്ര കൺവെൻഷനുകളോ ഒന്നും ബാധകമല്ല എന്ന മട്ടിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുകയും നടത്തിക്കഴിഞ്ഞ് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യുകയാണ്. അപ്പോഴും അന്താരാഷ്ട്ര സമൂഹം എന്ത് പ്രതികരിച്ചു ഇല്ല എന്നൊക്കെയുള്ള ചർച്ചകളും നടക്കുന്നു. ഈ പറയുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾക്കൊക്കെ എന്ത് വില എന്നൊരു ചോദ്യം പ്രസക്തമാണല്ലോ. അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്നതിന് ഇസ്രായേലിന് ഏറ്റവും തൊട്ട് തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഉണ്ടാക്കിയെടുക്കുകയും, അതായത് ഇല്ലാത്തൊരു രാജ്യമാണല്ലോ, അതിനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ യൂറോപ്യൻ ശക്തികളാണ്. ഇതിനെ ഉണ്ടാക്കിയെടുക്കുകയും അതിനെ തുടർച്ചയായിട്ട് ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ മധ്യേഷ്യ എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്ത് അവിടെ ഇത്തരം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അതിനെ ഗുരുതരമായ രീതിയിൽ ആ പ്രദേശത്തിൻ്റെ മുഴുവൻ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റിയെ ബാധിക്കുന്ന തരത്തിൽ കൊണ്ട് നടത്തുകയും ചെയ്യുന്നത് അമേരിക്കയും യൂറോപ്പുമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വമാണ് അതിൻ്റെ പിന്നിൽ. വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ നേരിട്ട് ലംഘിക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരി അമേരിക്കയും ഇസ്രായേലും യൂറോപ്പും ചേർന്ന് ലംഘിക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ എന്ന് കൂടി പറയേണ്ടി വരും. യൂറോപ്പ് അതിൽ നിന്നും ചില അവസരങ്ങളിലൊന്നും മാറി നിൽക്കാൻ ശ്രമിക്കുകയും പുറത്തേക്കുള്ളൊരു വാചകം വഴിയൊക്കെ ഇപ്പോൾ നേരത്തെ ഈ ഫ്രാൻസും UK ഒക്കെ പറയുന്ന പോലെയുള്ള ചില മനുഷ്യാവകാശ വാചകടികളൊക്കെ ചിലപ്പോൾ പറയുമെങ്കിൽ പോലും തത്വത്തിൽ അവർ ഇസ്രായേലിനൊപ്പമാണ് വളരെ കൃത്യമായിട്ട് എല്ലാ കാലത്തും നിൽക്കുകയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ റൈറ്റ് ടു സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേലിന് എന്ന് പറഞ്ഞിട്ട് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിൻ്റെ അവകാശത്തിൻ്റെ പേരിൽ ഈ യൂറോപ്പും അമേരിക്കയും കൂടി ചെയ്യുന്നത് കൃത്യമായിട്ടും പലസ്തീൻ്റെ നിലനിൽക്കാനുള്ള അവകാശത്തെയാണ് ഇല്ലാതാക്കുന്നത്. പലസ്തീൻ ആണ് ഉണ്ടായിരുന്നത്, ഇസ്രായേൽ ഉണ്ടായിരുന്നില്ല. ബാൽഫർ പ്രഖ്യാപനം മുതൽ ഇല്ലാത്തൊരു രാജ്യത്തെ സയനിസ്റ്റുകൾക്ക് ദാനം ചെയ്യുന്നതിന് തങ്ങളുടേതല്ലാത്ത ഒരു ഭൂപ്രദേശത്ത് സയനിസ്റ്റുകൾക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ദാനം ചെയ്യുന്നതിന് ബ്രിട്ടൻ തയ്യാറായി എന്നുള്ളത് ഓട്ടോമൻ എംപയറിൻ്റെ തകർച്ചയ്ക്കൊക്കെ ശേഷമുള്ള ആ ഒരു ലോക സാഹചര്യത്തിൽ ബ്രിട്ടൻ വേറൊരു സ്ഥലത്ത് നിന്നിട്ട് പറയുകയാണ് നിങ്ങൾക്കിങ്ങനെ ഞങ്ങളൊരു രാജ്യം തരാമെന്ന്. എവിടെ? പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ബ്രിട്ടനാണ്.
അതിനുശേഷം 1948 ഈ 47-48 UN ഇതിനെ വിഭജിച്ച് ഇസ്രായേൽ ഉണ്ടാക്കുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ ഇന്ത്യ അതിനെ പിന്തുണച്ചില്ല. ഇന്ത്യ അതിനെ എതിർത്തൊരു രാജ്യമായിരുന്നു ഇന്ത്യ. തുടർന്ന് ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞതിലുള്ള അത് ഇൻസിഡൻ്റലി ഞാൻ പറയാം, ഇന്ത്യ നയതന്ത്ര ബന്ധമല്ല ഇസ്രായേലുമായിട്ട് തുടക്കം തൊട്ടുണ്ടാക്കിയിരുന്നു. ഇസ്രായേലിനെ അംഗീകരിച്ചെങ്കിലും 92-ലാണ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഫുൾ ഫ്ലെഡ്ജായിട്ട് തുടങ്ങുന്നത്. അത് അമേരിക്കയുമായിട്ട് ഇന്ത്യ ഉണ്ടാക്കുന്ന പുതിയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുണ്ടാക്കുന്നത്. അന്ന് 53-ൽ തൊട്ട് തുടങ്ങുന്നത് കോൺസുലർ റിലേഷൻസ് ആണ്. ഇവിടുത്തെ അവരുടെ പൗരന്മാരെയും ഒക്കെ സഹായിക്കുന്നതിനുള്ള കോൺസുലർ റിലേഷൻസ് ആണ്. ഇന്ത്യ പലസ്തീനെ പലസ്തീൻ്റെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചപ്പോൾ ഈ കോൺസുലർ സർവീസ് നിർത്താൻ പോലും അവർ തയ്യാറായപ്പോൾ അത് നിർത്തിപ്പോക്കോട്ടെ എന്നാണ് ഇന്ത്യ എടുത്ത നിലപാട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുകയും ഇപ്പോൾ അന്താരാഷ്ട്ര കോടതിയും അന്താരാഷ്ട്ര സമൂഹവും ജനസൈഡ് എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള അളവിൽ ആളുകളെ പട്ടിണിക്കിട്ട്, ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകളെ പട്ടിണിക്കിട്ടും യുദ്ധം ചെയ്തും ഒരു ജനതയെ, ഒരു പ്രത്യേക ജനവിഭാഗത്തെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ജനസൈഡ്. ഈ വംശഹത്യ നടത്തുന്നതിന് അവരെ സഹായിക്കുന്നത് മുഴുവൻ അമേരിക്കയാണ്. നിരന്തരമായി ഇപ്പോഴും ആയുധങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UK പറയുന്നത് എന്താ, ഞങ്ങൾ ഇസ്രായേലിന് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടല്ല ഈ വംശഹത്യ നടത്തുന്നത് എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു എന്നാണ് ബ്രിട്ടീഷ് സർക്കാർ പാർലമെന്റിനും അവിടുത്തെ പൗരസമൂഹത്തിനും കൊടുക്കുന്ന ഉറപ്പ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഇറാനെതിരെയാകട്ടെ, അത് സിറിയക്കെതിരെയാകട്ടെ, അവിടെയുള്ള മറ്റ് രാജ്യങ്ങൾക്കെതിരെയാകട്ടെ, വളരെ കൃത്യമായിട്ട് ആ പ്രദേശത്തെ ഡീസ്റ്റബിലൈസ് ചെയ്യുന്നതിനും തങ്ങളുടെ കോർപ്പറേറ്റുകളുടെയും തങ്ങളുടെ കച്ചവടത്തിൻ്റെയും മിലിറ്ററിയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി അമേരിക്കയും യൂറോപ്പും നൽകുന്ന ശക്തമായ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഈ അന്താരാഷ്ട്ര നിയമങ്ങളെ നഗ്നമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇന്ത്യ ഈ ചർച്ചയിലേക്ക് വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ത്യ നരസിംഹറാവുവിൻ്റെയൊക്കെ ഗ്ലോബലൈസേഷനൊക്കെ ഒപ്പം നിന്ന കാലം മുതൽക്ക് അതിനുശേഷം വളരെ വ്യക്തമായി നരേന്ദ്രമോദിയുടെയും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിൽ വന്നത് മുതൽക്ക് ഇന്ത്യ ഈ വംശഹത്യക്കൊപ്പമാണ് തത്വത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ നിലപാട് വളരെ പിന്തിരിപ്പനായി മാറുകയും ഇസ്രായേലിനൊപ്പം നിൽക്കുകയും അമേരിക്കക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നൊരു നിലപാടായി മാറുകയും ചെയ്തത്. ശരി, ഇവിടെ ശ്രീ PJ വിൻസെന്റ്, കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ട് എടുത്താൽ മുമ്പ് യുദ്ധത്തിലായിരുന്ന അറബ് രാഷ്ട്രങ്ങളുമായി ഇസ്രായേൽ സമാധാന സന്ധികൾ ഒപ്പിട്ട നിരവധി ചരിത്രങ്ങളുണ്ട്. 78-ൽ ക്യാമ്പ് ഡേവിഡ് ഈജിപ്തുമായി സമാധാന സന്ധിയിലെത്തുന്നു. 90-കളിൽ വാഡി അറബ ട്രീറ്റി വഴി ജോർദാനുമായി സമാധാനത്തിലെത്തുന്നു. ഏറ്റവും ഒടുവിൽ അബ്രഹാം അക്കോർഡ് വഴി UAEയും ബഹ്റിനും അടക്കമുള്ള മറ്റ് രാജ്യങ്ങളുമായി സമാധാനത്തിലെത്തുന്നു. സൗദി അറേബ്യ അടക്കമുള്ള അബ്രഹാം അക്കോർഡിൽ ഇല്ലാതിരുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ച ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് പിന്നീട് ഒക്ടോബർ 7-ഉം കോൺഫ്ലിക്റ്റുകളും ഒക്കെ ഉണ്ടായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവന്നിരുന്ന അറബ് സൗഹൃദത്തെ അല്ലെങ്കിൽ അറബുകളുമായിട്ടുള്ള സമാധാന സന്ധികളെ ആകപ്പാടെ റിവേഴ്സ് ചെയ്യുന്ന വിധത്തിൽ മുഴുവൻ അറബ് രാജ്യങ്ങളുമായിട്ടും സംഘർഷത്തിലേക്ക് പോകുന്ന വിധത്തിൽ കാര്യങ്ങൾ വഷളാക്കുകയാണോ ഇസ്രായേൽ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. കാരണം ഈ അറബി രാജ്യങ്ങളിൽ ജൂതന്മാരും അറബികളും അബ്രഹാമിൻ്റെ സന്തതി പരമ്പര എന്ന നിലയിൽ ഐക്യപ്പെടണമെന്ന സന്ദേശമാണല്ലോ അബ്രഹാമിക് അക്കോർഡ് മുന്നോട്ട് വെച്ചത്. അങ്ങനെയാണ് 1978-ൽ ക്യാമ്പ് ഡേവിഡ് എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ അറബ് രാജ്യം ഈജിപ്തുമായിട്ട് സൗഹൃദബന്ധം സ്ഥാപിക്കുന്നു, സമ്പൂർണ്ണമായ പീസ് ട്രീറ്റിയിൽ ഒപ്പുവെക്കുന്നു. 1994-ൽ ജോർദാനുമായിട്ട് സമാധാന ഉടമ്പടി ഒപ്പുവെക്കുന്നു, സമാധാനം സ്ഥാപിക്കുന്നു. അതിനുശേഷം ഒരു അറബ് രാജ്യവുമായിട്ടും ഇസ്രായേലിന് പൂർണ്ണ നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നില്ല. എന്നാൽ അബ്രഹാമിക് അക്കോർഡിൻ്റെ ഭാഗമായിട്ട് UAEയുമായിട്ടും ബഹ്റൈനുമായിട്ടും മൊറോക്കോ, സുദാൻ തുടങ്ങിയിട്ടുള്ള നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ചു. എന്നാൽ സമ്പൂർണ്ണമായ നയതന്ത്രബന്ധം സൗദി അറേബ്യയുമായിട്ട് സ്ഥാപിക്കാൻ സാധിച്ചില്ല. സൗദി നേതൃത്വം എടുത്തിട്ടുള്ള നിലപാട് സ്വതന്ത്ര ഫലസ്തീൻ എന്ന രാജ്യം രൂപപ്പെടുന്നത് വരെ സമ്പൂർണ്ണമായിട്ട് ഇസ്രായേലിനെ അംഗീകരിക്കാനോ നയതന്ത്രബന്ധം സ്ഥാപിക്കുവാനോ തയ്യാറില്ല എന്ന സന്ദേശം നൽകി. അത് പറയുമ്പോൾ തന്നെ സൗദി അറേബ്യ ഇസ്രായേലുമായിട്ട് എല്ലാ മേഖലയിലും സഹകരിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ്. അപ്പോൾ അബ്രഹാമിക് അക്കോർഡിൻ്റെ ഭാഗമായിട്ട് അറബ് രാജ്യങ്ങളും ഇസ്രായേലും ഐക്യപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ ഇറാൻ നേതൃത്വം നൽകുന്ന ഇറാനും ഇറാൻ്റെ പ്രോക്സികളും ചേർന്നിട്ടുള്ള ഷിയ സഖ്യത്തിനെതിരെ ഈ അറബ് രാജ്യങ്ങളുടെ സഖ്യമുണ്ടാക്കിയെന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നോൺ അറബ് മുസ്ലിം രാജ്യങ്ങളായ
തുർക്കിയെയും പാകിസ്ഥാനെയും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ ഒരു വിശാല സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും ഇന്ത്യയെ പിന്തുണയ്ക്കാത്ത സമീപനം അമേരിക്ക സ്വീകരിച്ചത്. പാകിസ്ഥാനിലെ അസിം മുനീർ എന്ന് പറയുന്ന ഫീൽഡ് മാർഷലിനെ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു കൊണ്ടുപോയി വിരുന്ന് ഒരുക്കിയത് ഈ വിശാലമായ സുന്നി സഖ്യത്തിൽ, ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ട് നേതൃത്വം നൽകുന്ന സഖ്യത്തിലേക്ക് അറബ് രാജ്യങ്ങൾക്കൊപ്പം നോൺ അറബ് രാജ്യമായ തുർക്കിയെയും പാകിസ്ഥാനെയും കൂടി കണ്ടു ചേർക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഈ വെസ്റ്റ് ഏഷ്യൻ രാഷ്ട്രീയത്തെ ഡ്രോൺ ചെയ്യാൻ അവർക്ക് ഓൾറെഡി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി റഷ്യ ഉണ്ടായിരുന്നു. റഷ്യയുടെ ഒരു സാമന്ത രാജ്യമെന്ന് പറയാവുന്ന സ്ഥലമാണ് സിറിയ. ആ സിറിയ നഷ്ടപ്പെട്ടു. ഇപ്പോൾ സിറിയ ടർക്കിയയുടെ പ്രോക്സി ആയിട്ടുള്ള അൽ ഷാറയാണ് അവിടെ ഭരണത്തിലിരിക്കുന്നത്. അപ്പോൾ ഈ വെസ്റ്റ് ഏഷ്യൻ മേഖലയിൽ നിന്ന് അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കാൻ കഴിയുന്ന ഏക രാജ്യം അത് റഷ്യയായിരുന്നു. റഷ്യ ആ മേഖലയിൽ നിന്ന് പൂർണ്ണമായി പുറന്തള്ളപ്പെട്ടു. ഷിയ സഖ്യം ദുർബലമാക്കപ്പെട്ടു. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇനി എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യം വന്നിരിക്കുന്നു ഇസ്രായേലിൽ എന്ന് വേണം നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കുവാൻ. അപ്പോൾ ഇറാൻ ആകട്ടെ ഇനി തിരിച്ച് അതിശക്തമായി വരാൻ ഒത്തിരി സമയമെടുക്കും. കാരണം 12 ദിന യുദ്ധം ആ രാജ്യത്തിൽ വലിയ ദുരിതങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ വലിയ രൂപത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഇനി ഒരു പുനരുജ്ജീവനത്തിൻ്റെ പാതയിലാണ്. അതിന് ഒരുപക്ഷെ ദശാബ്ദങ്ങൾ എടുത്തേക്കാം. അപ്പോൾ ഒരർത്ഥത്തിൽ ഇറാനെ സൈഡ് ലൈൻ ചെയ്യാനും മ്യൂട്ട് ചെയ്യാനും ഈ സംഘർഷത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനും സാധിച്ചു. ഇറാൻ്റെ പ്രോക്സികൾ ഏറെക്കുറെ ദുർബലമായി. അപ്പോൾ ഇങ്ങനെ ഒരു സൈനികവും തന്ത്രപരവുമായ മേൽക്കൈ ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ടിന് വെസ്റ്റ് ഏഷ്യയിൽ കിട്ടിയിരിക്കുന്നു. ചൈനയാകട്ടെ ആ മേഖലയിൽ നേരിട്ട് ഇടപെടുന്നില്ല. സാമ്പത്തിക ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് ഈ സംഘർഷങ്ങളിൽ ഇടപെടുക, അല്ലെങ്കിൽ സൈനികമായ സാന്നിധ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചൈന ശ്രദ്ധിക്കുന്നില്ല. ചൈന മറ്റ് മേഖലയിലാണ് അതിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളും അതിൻ്റെ തന്ത്രപരമായ നീക്കങ്ങളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വെസ്റ്റ് ഏഷ്യൻ മേഖലയിലെ ശാക്തിക ബലാബലത്തെ അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിന് അനുകൂലമായി അവർക്ക് പുനരവതരിപ്പിക്കാൻ സാധിച്ചു എന്നിടത്താണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇത്തരം ഖത്തറെ പോലെ ഒരു രാജ്യത്തെ പോലും ആക്രമിക്കാൻ ഇസ്രായേലിനെ പ്രാപ്തമാക്കിയ ഘടകം. അതോടൊപ്പം ഇസ്രായേൽ രാഷ്ട്രീയത്തിനകത്ത് സമീപകാലത്ത് വലിയ പ്രതിഷേധം ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഉയർന്നു വന്നിരുന്നു. അതും ഒരു പരിധിവരെ തണുപ്പിക്കാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു അല്ല ഈ സൈനിസ്റ്റ് ഭരണകൂടത്തെ മുന്നോട്ട് നയിക്കുന്നത്. അത് തീവ്ര വലതുപക്ഷക്കാരായിട്ടുള്ള 2 പേർ. അത് പ്രതിരോധ മന്ത്രി യോവാവ് ഗലന്റും അവരുടെ ഫൈനാൻസ് മിനിസ്റ്റർ സ്മോട്രിച്ചുമാണ്. സ്മോട്രിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ സന്ദർശനം നടത്തി തിരിച്ചു പോയതേ ഉള്ളൂ. അപ്പോൾ ഈ 2 പേരും തീവ്ര സൈനിസ്റ്റ് പാർട്ടികളുടെ നേതാക്കൾ. 2 പേർക്കും ഒരാളുടെ പാർട്ടിക്ക് 8 അംഗങ്ങളുണ്ട്, മറ്റേയാളുടെ പാർട്ടിക്ക് 7 അംഗങ്ങളുണ്ട് നെസറ്റിൽ. ഇവരുടെ കൂടി പിന്തുണയോട് കൂടിയാണ്, ഇവരുടെ പിന്തുണയോട് കൊണ്ട് മാത്രമാണ് അവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണകൂടം ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ ഈ തീവ്ര വലതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ഇസ്രായേലിൽ ആഭ്യന്തര രംഗത്ത് ഉയർന്നു വന്ന സമ്മർദ്ദങ്ങളെ ഒരു പരിധിവരെ അതിജീവിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊട്ടും ആശാവഹമല്ല. ഈ ഖത്തർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ഖത്തറിന് എത്രമാത്രം പടിഞ്ഞാറൻ യൂറോപ്പിനെയും അമേരിക്കയെയും സ്വാധീനിക്കാൻ സാധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇസ്ലാമിക ലോകത്ത് വലിയ സ്വാധീനമുള്ള ഒരു രാജ്യമാണ്. അവർ വലിയ സാമ്പത്തിക ശക്തിയാണ്. അതോടൊപ്പം പടിഞ്ഞാറൻ രാജ്യങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഖത്തർ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ സാന്നിധ്യമുണ്ട്. ഇന്ത്യ എക്കാലത്തും നല്ല സുഹൃത്താണ് ഖത്തറിൻ്റെ. ഖത്തർ ഇന്ത്യ ബന്ധങ്ങൾ വളരെ ഊഷ്മളമാണ്. 8,30,000 ഇന്ത്യക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 6 ലക്ഷത്തോളം മലയാളികളാണ്. അപ്പോൾ ഇന്ത്യയുടെ പിന്തുണ എന്തായാലും ഇക്കാര്യത്തിൽ ഖത്തറിനുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ, അതുപോലെ വെസ്റ്റേൺ യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ അവരുടെ സോഫ്റ്റ് പവർ, ഖത്തറിൻ്റെ അവർക്ക് ഹാർഡ് പവർ ഒന്നും കാര്യമായിട്ടില്ലാത്ത രാജ്യമാണ്. അവരുടെ ലോലശക്തി എത്രമാത്രം സമ്മർദ്ദം ചെലുത്തും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഖത്തറിന്റെ തിരിച്ചടി. ഖത്തറിന്റെ പ്രതികരണമാണ് ഇനി പ്രതീക്ഷിക്കുക. വൻ ശക്തിയാണ്. തീർച്ചയായിട്ടും ഖത്തറിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള എസ്കലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും നടപടിയിലേക്ക് ഖത്തർ പോകാൻ സാധ്യതയുണ്ടോ ഇല്ല എന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. നമുക്ക് കാത്തിരുന്ന് കാണണം. എനിക്ക് ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം പറയും. ചർച്ച അവസാന ഘട്ടത്തിലാണ്. നേരത്തെ ശ്രീ ശങ്കുട്ടിദാസ് അങ്ങ് പറഞ്ഞതുപോലെ ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമുള്ള രാജ്യമാണ് ഖത്തർ. ഇസ്രയേലും അതുപോലെ തന്നെയാണ്. നോക്കൂ, ഈ വെസൽസ് സ്മോട്രിച്ച് ഇന്ത്യയിൽ നിന്ന്
മടങ്ങിയ അല്ലെങ്കിൽ വളരെ അടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത്. ഫാർ റൈറ്റ് നയങ്ങളുള്ള മന്ത്രിയാണ് ഇന്ത്യ സന്ദർശനം നടത്തിയത്. ഇന്ത്യ ഇസ്രായേൽ ബന്ധം മോശം നിലയിലല്ല എന്ന് മാത്രമല്ല, സ്ട്രാറ്റജിക്കായി ഇന്ത്യയുടെ ഒരു പ്രതിരോധ പങ്കാളി എന്ന കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രങ്ങളെ ആക്രമിക്കുമ്പോൾ മറ്റ് വിഷയങ്ങളിൽ എടുക്കുന്ന ന്യൂട്രാലിറ്റി എത്രമാത്രം എടുക്കാൻ കഴിയുമെന്നുള്ളതൊരു ഒരു പ്രശ്നമാവുമോ? നോക്കൂ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളിലൊന്നും ഔദ്യോഗികമായിട്ടുള്ള രാജ്യത്തിന്റെ നിലപാട് എന്താവെന്ന് പ്രതികരിക്കാൻ എനിക്ക് ഈ നിലയിൽ അധികാരമില്ല. ഞാനിന്ന് ഈ ചാനലിൽ ചർച്ചയ്ക്ക് നിയോഗിക്കപ്പെട്ടത് നേപ്പാൾ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ചർച്ചയിൽ പ്രവേശിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഖത്തറാണ് എന്ന് പറഞ്ഞത്. നേപ്പാൾ ചർച്ച ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്, നിങ്ങളെയൊക്കെ ക്ഷണിച്ചതും നമ്മൾ പരസ്യപ്പെടുത്തിയതൊക്കെ. പക്ഷേ അപ്രതീക്ഷിതമായി അവസാന നിമിഷം ഇങ്ങനെ ഒരു വാർത്ത വന്നതുകൊണ്ടാണ്, മലയാളികൾ 6.5 ലക്ഷം പേർ അവിടെ താമസിക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് കുറച്ചുകൂടി വലിയ പ്രാധാന്യം വരുമല്ലോ, അതുകൊണ്ടാണ്. അല്ല, അതിൽ ചർച്ച ചെയ്യുന്നതിൽ എനിക്ക് എതിർപ്പില്ല, തർക്കവുമില്ല. പക്ഷേ വിദേശകാര്യ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയെ മാത്രമല്ല ഗവൺമെന്റിനെ കൂടിയാണെന്നും, അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് രാജ്യത്തിന്റെ നയം, എന്താണ് പോളിസി, ആ പോളിസിയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ പ്രതികരിക്കാവൂ എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഉള്ളതാണ്. ഈ കാര്യത്തിൽ ഈ ചർച്ചയിൽ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ നിലപാട്, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന നയം, ഈ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ ഈ കാര്യത്തിൽ ഇന്ത്യ ഇസ്രായേൽ വിരുദ്ധമായിട്ടുള്ള നയം സ്വീകരിക്കുമോ, ഇറാഖിന് അനുകൂലമായിട്ടുള്ള നയം സ്വീകരിക്കുമോ, ഇത്രയും കാലം നിലനിൽക്കുന്ന സൗഹൃദത്തിൽ വിള്ളൽ വീഴുമോ, ഇതൊന്നും പറയാൻ ഞാൻ നിലയിൽ ക്വാളിഫൈഡ് അല്ലാതുള്ള പ്രശ്നമുണ്ട്. അത് നിങ്ങളും കൂടി മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അത് വളരെ വ്യക്തമാണ്. നേപ്പാളിനെ കുറിച്ച് സവിസ്തരം ഒരു ചർച്ച നിശ്ചയമായും വേണ്ടിയിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അതിന് പറ്റുമെന്ന് വിചാരിക്കുന്നു. 4 പാനലിസ്റ്റുകൾക്കും നന്ദി പറയാണ്. അവസാന നിമിഷം മാത്രമാണ് നിങ്ങളോട് ഈ പുതിയ വിഷയം സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും അത് ഈ ഒരു വലിയ പ്രാധാന്യം ഖത്തറിൽ നടത്തിയിട്ടുള്ള ഇസ്രായേൽ ആക്രമണത്തിന് ഉള്ളതുകൊണ്ടാണ്, അത് കേരളം അറിയണം അതിൻ്റെ എല്ലാ വശങ്ങളും എന്നുള്ളത് കൊണ്ടാണ് അവസാന നിമിഷം നിങ്ങളോട് ഈ വിഷയം സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ഡേ അവസാനിക്കുന്നു. നമസ്കാരം.